നന്മ 24 ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീയുടെ ദാരുണാന്ത്യം നമ്മൾ കണ്ടു. അതുപോലെയുള്ള തനി ആവർത്തനത്തിന് വീണ്ടും അധികാരികൾ കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളം ജില്ലാ ആസ്ഥാനമായ കാക്കനാട് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നന്മ 24 ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലാ ആസ്ഥാനമാണ്, IT നഗരമാണ് എന്നൊക്കെ കാക്കനാടിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. കാക്കനാട് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ജീർണിച്ച അവസ്ഥ നമ്മളെല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെ. ഇതിൻ്റെ നേർക്കാഴ്ചയാണ് നന്മ 24 പുറത്തുവിടുന്നത്. തൃക്കാക്കര പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ 1985 MLA KGR കർത്തയാണ് നിർമ്മാണം പൂർത്തീകരിച്ച ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എറണാകുളം ജില്ല ആസ്ഥാനമായ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ 100 കണക്കിന് ബസ്സുകളാണ് ദിനംപ്രതി എത്തുന്നത്. ബസ് കാത്തു നിൽക്കുന്നവർ, ഇവിടെ കച്ചവടം ചെയ്യുന്നവർ, സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ, അതുപോലെ ഇവിടെയുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർ, അങ്ങനെ നിരവധി ആളുകളാണ് ദിനംപ്രതി ഈ കെട്ടിടത്തിൽ കയറിയിറങ്ങുന്നത്. വലിയൊരു ദുരന്തത്തിന് ഇത് കാരണമായേക്കാം. ബന്ധപ്പെട്ട അധികാരികൾ ഈ ജീർണിച്ച, ഈ പൊട്ടിപ്പൊളിഞ്ഞ തട്ടുകൾ എല്ലാം ഇളകി വന്നുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കുന്നതിന് വേണ്ട നടപടി കൈക്കൊള്ളണം. എറണാകുളം ജില്ലാ ആസ്ഥാനമായ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ ദിനംപ്രതി 100 കണക്കിന് ബസ്സുകളാണ് വന്നു പോകുന്നത്. അതുകൂടാതെ ബസ് കാത്തു നിൽക്കുന്നവർ, ഇവിടെ കച്ചവടം ചെയ്യുന്നവർ,
കച്ചവട സ്ഥാപനത്തിൽ വരുന്നവർ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നവർ, അങ്ങനെ നിരവധി ആളുകൾ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി ഇറങ്ങുന്നു. ഇത്രത്തോളം ജീർണിച്ച് നിലം പൊത്താറായി നിൽക്കുന്ന കെട്ടിടം അടിയന്തരമായും ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് തന്നെ കാരണമായേക്കാം. ഇനി മറ്റൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അടിയന്തരമായും ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24 ന്യൂസ്.